കണ്ടില്ലേ, രാജ്യത്ത് എന്തൊക്കെയോ വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ അടുത്ത ഉന്നം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണത്രേ. മോദിയുടെ കസേര തെറിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടല്ലേ. ആഹാ, എന്തൊരു ആത്മവിശ്വാസം. വർഷങ്ങളായി കസേര നഷ്ടപ്പെട്ട് നടന്ന് ഒടുവിൽ കിട്ടുന്നതൊക്കെ ഹൈജാക്ക് ചെയ്ത് കള്ളക്കളി കളിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രധാനമന്ത്രി മോദിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. സംഗതി എന്താണെന്നറിയാമോ? കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ആദിയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ തന്ത്രങ്ങളെക്കുറിച്ചും ഇതിനു പിന്നിലെ യഥാർത്ഥ കളികളെക്കുറിച്ചുമാണ്. സമരം കണ്ട് ഓടിയെത്തിയ രാഹുൽ ഗാന്ധി നേരെ മയക്കും പിടിച്ചങ്ങ് കാച്ചുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, വെച്ചില്ലെങ്കിൽ അടുത്ത ഉന്നം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദിയുടെ കസേര തെറിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ത്രില്ല് തോന്നുന്നുണ്ടല്ലേ. വർഷങ്ങളായി കോൺഗ്രസിന് നഷ്ടപ്പെട്ട കസേര തിരിച്ചുപിടിക്കാൻ നടക്കുന്ന ഒരാൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച സാക്ഷാൽ നരേന്ദ്രമോദിയുടെ കസേര തെറിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയല്ലാതെ പിന്നെ എന്താണ് പറയുക? യഥാർത്ഥത്തിൽ ഈ സമരം തുടങ്ങിയത് ആരാണ്? CJP-യോ അതോ കോൺഗ്രസോ? സമരത്തിന്റെ ആദിയോ അന്ത്യമോ എന്താണെന്ന് പോലും അറിയാതെ ഏതോ ഒരു വഴിപോക്കനെ പോലെ വന്ന് മൈക്ക് തട്ടിയെടുത്ത് സമരം ഹൈജാക്ക് ചെയ്യാൻ നോക്കിയ രാഹുൽജിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പണി എന്താണെന്നറിയാമോ? സമരക്കാർ സർക്കാരുമായി ചർച്ചയ്ക്ക് വഴങ്ങി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിയതോടെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ കളിപ്പാട്ടം നഷ്ടപ്പെട്ട അവസ്ഥയിലായി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഹാലിളകിയിരിക്കുന്നത്. സർക്കാർ ഒന്നിനു പിറകെ ഒന്നായി ശക്തമായ നടപടികൾ എടുത്തു മുന്നോട്ട് പോകുമ്പോൾ വെറും ഭീഷണികളുമായി നടക്കാനേ കോൺഗ്രസിനും അവരുടെ നേതാക്കൾക്കും കഴിയുന്നുള്ളൂ. മോദി സർക്കാരിന്റെ ഭരണമികവും ഉറച്ച തീരുമാനങ്ങൾക്കും മുന്നിൽ ഈ കോൺഗ്രസ് നാടകങ്ങളും രാഹുലിന്റെ സ്വപ്നങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം കത്തിപ്പടർന്നപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന്റെ രോഷം തെരുവിലിറങ്ങി. എന്നാൽ ഈ സമരത്തെ എങ്ങനെയെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗപ്പെടുത്താമെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇതിലേക്ക് ചാടി വീണത്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്ന പരിഹാരത്തെക്കാൾ ഉപരി എങ്ങനെയും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന് മാത്രമാണ് അവർ ലക്ഷ്യമിട്ടത്. ഇനി മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കുമെന്നും അടുത്ത ഉന്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കസേര തെറിപ്പിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ ഒരു യുവാവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വലിയൊരു നാടകത്തിനാണ് രാഹുൽ ഗാന്ധി ഇവിടെ തിരികൊളുത്തിയത്. എന്നാൽ ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപാഠവും മുൻകരുതലും നമ്മൾ കാണേണ്ടത്. പ്രതിപക്ഷം സമരം കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ നോക്കിയപ്പോൾ മോദി സർക്കാർ ചെയ്തത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു നിയമപരമായ പരിഹാരം കാണുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ അതിശക്തമാക്കുന്ന പുതിയ ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭ ഇതിനോടകം അംഗീകാരം നൽകാൻ പോകുന്നത്. ജൂലൈ 27-ന് ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ പിഴയും ഈടാക്കുന്ന ചരിത്രപരമായ വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. മാത്രമല്ല, ഇത്തരം കേസുകളുടെ വിചാരണ നടപടികൾ വെറും 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ കർശന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ വായിൽ തോന്നിയ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുകയല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. ഇതോടെ എന്ത് സംഭവിച്ചു? സമരം ചെയ്ത യഥാർത്ഥ വിദ്യാർത്ഥികളും പ്രതിനിധികളും സർക്കാരുമായി ചർച്ചയ്ക്ക് വഴങ്ങി. തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ പരിഹാരം കാണാൻ തയ്യാറായതോടെ സമരക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ശരിക്കും ഹാലിളക്കിയത്. തങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ വെച്ച സമരം സർക്കാരുമായി ചർച്ച ചെയ്ത് തീർപ്പാക്കാൻ തുടങ്ങിയതോടെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ആയുധങ്ങൾ ഒന്നൊന്നായി ചോർന്നു പോയിരിക്കുകയാണ്. സമരത്തിന്റെ മയക്കും മറ്റും നഷ്ടപ്പെടുമെന്നായപ്പോൾ രാഹുൽജിക്ക് വീണ്ടും സമനില തെറ്റി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്നും പ്രധാനമന്ത്രിയുടെ കസേര തെറിപ്പിക്കുമെന്നുമൊക്കെയുള്ള ഈ അലർച്ചകൾക്ക് പിന്നിൽ മറ്റൊന്നുമില്ല. കൈവിട്ടുപോയ സമരത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ രാഷ്ട്രീയ അടവ് മാത്രമാണിത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കി തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാമെന്ന കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഈ സ്വപ്നങ്ങൾക്കൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരെ, ഞാൻ ചോദിക്കുകയാണ്, സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഈ സമരം ആര് തുടങ്ങിയതാണെന്ന്?
CJP-യോ അതോ കോൺഗ്രസോ? സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോൾ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കാരണം രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളോ മറ്റ് സംഘടനകളോ ഒക്കെയാണ് ആദ്യം സമരം ചെയ്യാൻ വരുന്നത്. ഇവിടെയും അതുപോലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥി സമൂഹമാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ആ രോഷം കണ്ട് കൊള്ളാലോ, ഇതിലൂടെ നമുക്ക് കുറച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമല്ലോ എന്ന് കരുതിയാണ് നമ്മുടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതിലേക്ക് ചാടി വീഴുന്നത്. സമരം തുടങ്ങിയത് ആരാണെന്നോ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ ഉള്ളതല്ല അവരുടെ വിഷയം. ഏത് വിധേനയും ആ സമരത്തിന്റെ മൈക്ക് കയ്യിലെടുക്കുക, ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്ന് സർക്കാരിനെതിരെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുക, അങ്ങനെ ഈ സമരത്തെ മൊത്തം ഹൈജാക്ക് ചെയ്യുക. ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരമാണോ അതോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്ന് അവസരം നോക്കി ഹൈജാക്ക് ചെയ്ത നാടകമാണോ എന്ന്? വിദ്യാർത്ഥികളുടെ പ്രശ്ന പരിഹാരത്തെക്കാൾ ഉപരി മോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ കുറച്ച് കൂക്കുവിളികളും ഭീഷണികളും മുഴക്കി വാർത്തകളിൽ നിറയാമെന്നല്ലാതെ കോൺഗ്രസിന് ഇതിൽ വേറെ ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ശരിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണോ? ഒരിക്കലും അല്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ഈ സമരമെങ്കിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു മുന്നറിയിപ്പും നൽകില്ലായിരുന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം ഉണ്ടാകണം, എങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്നതിലല്ലേ യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ആകട്ടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ 10 കോടി രൂപ പിഴയും 10 വർഷം തടവും വ്യവസ്ഥ ചെയ്യുന്ന കടുത്ത ബില്ലുമായി മുന്നോട്ട് വന്നപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി. അത് കണ്ട് സന്തോഷിക്കുന്നതിന് പകരം മോദിയുടെ കസേര തെറിപ്പിക്കും, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ രാജ്യമാകെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി അലറുന്നത് എന്തിനു വേണ്ടിയാണ്? കാരണം വ്യക്തമാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയോ അവരുടെ പ്രശ്നങ്ങളോ അല്ല രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഈ വിഷയത്തെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ താഴെ ഇറക്കുക, ഡൽഹിയിൽ കുറച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. ഇത് മാത്രമാണ് കോൺഗ്രസിന്റെ ഒരേ ഒരു അജണ്ട. അത് നമുക്ക് വ്യക്തമാണ്. വിദ്യാലയങ്ങളിലും തെരുവുകളിലും വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അതിന്റെ മൈക്ക് തട്ടിയെടുത്ത് മോദിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് സമരം തീർക്കാൻ വിദ്യാർത്ഥികളും പ്രതിനിധികളും ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ രാഹുൽ ഇത്രയധികം ഹാലിളകിയത്. സമരത്തിന്റെ കളിപ്പാട്ടം കയ്യിൽ നിന്ന് പോയാലോ എന്ന ആദിയാണ് അദ്ദേഹത്തിന്. അപ്പോൾ പിന്നെ ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇനി ഇതിൽ കൂടുതലായി എന്താണ് പ്രേക്ഷകരെ പറയാനുള്ളത്? കാര്യങ്ങൾ വെള്ളം പോലെ വ്യക്തമാണ്. രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ കനൽ കത്തിയാൽ അവിടെ ഡൽഹിയിൽ നിന്നും ഫ്ലൈറ്റ് കയറി വന്ന് ആ കനലിൽ എണ്ണയൊഴിക്കാൻ മാത്രമുള്ള ഒരു ഫുൾ ടൈം ജോലിയെ ഇപ്പോൾ കോൺഗ്രസിനുള്ളൂ. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി ഓർത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് മൈക്കിലൂടെ നടത്തുന്ന അലർച്ചകൾ കണ്ടാൽ ആരും ഒന്ന് ചോദിച്ചു പോകും, ഇത് വിദ്യാർത്ഥികളുടെ സമരമോ അതോ കോൺഗ്രസിന്റെ സമരമോ, അടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണ നാടകമോ എന്ന്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.